സോളകുമ്പുവിൽ നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്കിങ്ങിന്റെ സെക്കൻഡ് ഡേ ആണ്. ഫെറ എന്ന വില്ലേജിലെത്തി. ചായ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ. ഫ്രഷ് മിന്റ് ആയതുകൊണ്ട് മിന്റ് ടീക്കൊക്കെ കിടലൻ ടേസ്റ്റ് ചെയ്നി. ദീദിയുടെ ടാറ്റയൊക്കെ പറഞ്ഞ് വീണ്ടും നടത്താൻ തുടങ്ങി. ഇനി നമ്മുടെ അപ്പൂസിന്റെ പ്രത്യേക ബാക്ക് പാക്കിംഗ് ഒന്ന് നോക്ക്. ഈ സൈഡിൽ ഗ്യാസ് ബോട്ടിൽ, താഴെ തൂങ്ങിക്കിടക്കുന്ന സ്ലീപ്പിംഗ് ബാഗ്, മറ്റേ സൈഡിൽ ട്രെക്കിംഗ് പോൾ, മേലെ സ്ലീപ്പിംഗ് മാറ്റ്. എന്നാലും ചെക്കന്റെ സ്പീഡിന് ഒരു കുറവുമില്ല. പുറത്തോട്ട് കിടലൻ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ടോയ്ലറ്റ് കിട്ടി. പോണ വഴി ഇങ്ങനെ തപ്പിയാൽ മതി, സുഖമായിട്ട് ടോയ്ലറ്റ് ഒക്കെ കിട്ടും. പിന്നെയും നടന്നപ്പോൾ ചെറിയ അരുവിയൊക്കെ കണ്ടു തുടങ്ങി. അരുവി കണ്ട അപ്പ ബാഗൊക്കെ സൈഡാക്കി ഇറങ്ങണം, അല്ലാണ്ട് ചുമ്മാ അങ്ങ് നടന്നു പോയാൽ അത് ട്രെക്കിംഗ് ആവൂല. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ടേ ഞങ്ങൾ പോവാറുള്ളൂ, അല്ലാണ്ട് ഒറ്റ സ്ട്രെച്ച് കയറാൻ ഞാൻ സൂപ്പർ വുമണൊന്നും അല്ലല്ലോ. എനർജി കിട്ടാൻ വഴിയോരത്തിരുന്ന് ലേശം ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു. പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു, നല്ല തണുത്ത വെള്ളം. റേസിനൊക്കെ ആകെ പൊലിവായിക്കണ്. പാക്കേജ് എടുക്കാതെ വന്നാലുള്ള ഒരു ഗുണം ഇതാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നടന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ വരാം. പക്ഷെ എല്ലാ റിസ്ക്കും നമ്മൾ തന്നെ ഏറ്റെടുക്കണമെന്ന് മാത്രം. ട്രെക്കിംഗ് കഴിഞ്ഞ് തുള്ളി തുള്ളി പോകുന്ന ഒരു ഫ്രഞ്ച് ടീമിനെ കണ്ടു. ഓർക്ക് പിന്നെ ഗൈഡും പോട്ടറൊക്കെ ഉണ്ട്, നമ്മളെ പോലെയല്ല. ഞാനിരിക്കുമ്പോൾ എൻ്റെ ചെങ്ങായിമാരും കൂടെ ഇരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടാണ്. ട്രെക്കിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ടീമായി ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. സോളോ അത്ര രസകരമായിരിക്കില്ല. കാലാവസ്ഥ പെട്ടെന്ന് മാറി, മഴ ചാറി തുടങ്ങി. ഞങ്ങളുടെ നടത്തത്തിന്റെ സ്പീഡ് കൂടി. മഴ കൂടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും വീടെങ്കിലും എത്തണം.